നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ചൊവ്വാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ 4 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു ദിവസമായിരുന്നു നിഫ്റ്റിയിലും സെൻസെക്സിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വെടിനിർത്തലും US-ന്റെയും ചൈനയുടെയും വ്യാപാര ചർച്ചകൾ വിജയിച്ചതുമാണ് മാർക്കറ്റ് ഇത്രയധികം ഉയരാൻ കാരണമായത്. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. അതിശക്തമായിട്ട് തന്നെയാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 2.81% നേട്ടത്തിലും, S&P 500 3.26% നേട്ടത്തിലും, നാസ്ഡാക്ക് 4.35% അതിശക്തമായിട്ടുള്ള നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ശനിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതായി നടന്ന US ചൈന ചർച്ചകളുടെ ഒരു പ്രഖ്യാപനം ഇന്നലെ വരികയുണ്ടായി. 90 ദിവസത്തേക്ക് പരസ്പരം സാധനങ്ങൾക്ക് ഈടാക്കുന്ന ഉയർന്ന നികുതി കുറയ്ക്കുമെന്ന് US-ഉം ചൈനയും പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി 145% നിന്ന് 30% US കുറയ്ക്കും. തിരിച്ച് US ഉൽപ്പന്നങ്ങളുടെ നികുതി ചൈന 125% നിന്ന് 10% കുറയ്ക്കും. അതായത് US-ഉം ചൈനയും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയായിരുന്നു. പക്ഷേ അത് ഒരു പരിധിവരെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് US മാർക്കറ്റുകൾ വലിയ രീതിയിൽ ഉയർന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫുകൾ US-ൽ അവതരിപ്പിക്കുന്നത്. ഇതോടെ മാർക്കറ്റുകൾ വലിയ രീതിയിലുള്ള ഇടിവിലേക്കും വലിയ വൊളറ്റാലിറ്റിയിലേക്കും നീങ്ങുന്നത് നമ്മൾ കണ്ടു. ഇനി വാൾസ്ട്രീറ്റ് ഫിയർ ഗേജ് 20-ന് താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ ടെക്നോളജി സെക്ടറിൽ ആപ്പിൾ ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇനി മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ഗോൾഡ് ഇന്നലെ 3% ഇടിവുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,000 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ US-ന്റെയും ചൈനയുടെയും താരിഫുകൾ കുറച്ചത് ക്രൂഡ് ഓയിലിന് വലിയ ഗുണമായി. 1.5% നേട്ടത്തിലാണ് ബ്രന്റും WTIയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിലോ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 30 മുതൽ 80% വരെ വിലക്കുറവ് പ്രഖ്യാപിച്ചു. US-ലെ ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വിലക്കുറവ് സത്യത്തിൽ ബാധിക്കുക ഇന്ത്യൻ ഫാർമ മേഖലയെ തന്നെയാണ്. ഇന്ത്യൻ ഫാർമ കയറ്റുമതിയെ ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വിപണിയിലെ ഒരു റാലി ഉണ്ടായിരുന്നിട്ടും നിഫ്റ്റി ഫാർമ ഇന്നലെ 0.15% മാത്രമാണ് ഉയർന്നത്. ഇനി ഇന്ത്യയുടെ ഫാർമ വ്യവസായം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ $30.5 ബില്യൺ വാർഷിക ഫാർമ കയറ്റുമതിയിൽ $10.7 ബില്യൺ US-ലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ US ജനറിക് വിപണിയുടെ 40% ഇന്ത്യയാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഇടിവുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമ വ്യവസായത്തിലെ ധാരാളം പ്രമുഖ കമ്പനികൾക്ക് അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ കമ്പനികളുടെ പേര് കൂടി ഒന്ന് നോക്കിയാൽ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, സിപ്ല, ലൂപ്പിൻ, ഓറോബിൻഡ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയ കമ്പനികൾക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യം സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 66.8% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 50.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 411 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്ത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയാണ്. കമ്പനി നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയത് 45 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 236 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഇനി റവന്യൂവിലേക്ക് വന്നാൽ 11% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1494 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1685 കോടി രൂപയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്. അടുത്തത് കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 30 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 142.6 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അതായത് 79% ഒരു ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ മാത്രം രേഖപ്പെടുത്തിയത്. എന്നാൽ റവന്യൂവിൽ ചെറിയൊരു വർധനവ് വന്നിരിക്കുന്നു. 1.3% വർദ്ധിച്ചിരിക്കുന്നത്. 1217 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. മറ്റൊരു നല്ല റിസൾട്ട് കൊണ്ടുവന്ന കമ്പനി ടാറ്റ സ്റ്റീൽസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 113% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1301 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 611 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭമായിട്ടുണ്ടായിരുന്നത്. ഇനി ടോട്ടൽ റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 4.2% ഇടിവാണ് വന്നിരിക്കുന്നത്. 56,218 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഡിവിഡൻഡായി കമ്പനി 3 രൂപ 60 പൈസയാണ് പെർ ഷെയർ എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തതായ റിസൾട്ട് നമ്മൾ പറയുന്നത് കിംസിൻ്റേതാണ്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നെറ്റ് പ്രോഫിറ്റിൽ 47.2% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 106 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇനി മൊത്തത്തിലുള്ള റവന്യൂവിലും 25.7% വർധനവ് രേഖപ്പെടുത്തി 801 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ചാലറ്റ് ഹോട്ടൽസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 50.2% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 123.8 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവ് തന്നെയാണ്. 24.7% വർധനവ് രേഖപ്പെടുത്തി 521.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കെയർ റേറ്റിംഗ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 77% വർധനവാണ് വന്നിരിക്കുന്നത്. 43.37 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ടോട്ടൽ ഇൻകമായി പുറത്തു വന്നിരിക്കുന്നത് 124.82 കോടി രൂപയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 100.43 കോടി രൂപയായിരുന്നു. അടുത്ത നല്ല റിസൾട്ട് വന്ന ഒരു കമ്പനി JM ഫിനാൻഷ്യൽ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 5 മടങ്ങിൻ്റെ വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 134.6 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 27.5 കോടി രൂപയായിരുന്നു പ്രോഫിറ്റായിട്ട് കമ്പനി പ്രഖ്യാപിച്ചത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 31.9% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 250.2 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. ഫൈനൽ ഡിവിഡൻഡായി 2 രൂപ 70 പൈസയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് മാത്രം ഒന്ന് പറയാം. ബാക്കിയുള്ള കമ്പനികളുടെ ലിസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ, അനൂപ് എഞ്ചിനീയറിംഗ്, ആസ്ക് ഓട്ടോമാറ്റീവ്, ഭാരതി എയർടെൽ, ഭാരതി ഹെക്സാകോം, ബട്ടർഫ്ലൈ, ചെംപ്ലാസ്റ്റ്, സെൻമർ, സിപ്ല, ഡാൽമിയ ഭാരത് ഷുഗർ, ഹീറോ മോട്ടോകോപ്പ്, ജൂബിലന്റ് ഇൻഗ്രീവിയ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, സ്റ്റെർലിംഗ് ടൂൾസ്, സുവൻ ലൈഫ് സയൻസസ്, തനീജ എയറോസൈൻസ് ആൻഡ് ഏവിയേഷൻ, ടാറ്റ മോട്ടോഴ്സ്, VIP ഇൻഡസ്ട്രീസ്, VST ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഓൺലൈൻ കോഴ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നെട്ടയത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഈ കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ തൊട്ടുമുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് CDSL, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1247 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 1448 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.86% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 1.35% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 2.07% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.04% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷേ ഇടിവിലാണ്. 151 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 24,923 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 125 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US-ഉം ചൈനയും പരസ്പര താരിഫുകൾ കുറച്ചതോടെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. 1.5% മുകളിൽ ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് 64.92 പെർ ബാരൽ എന്ന നിലയിൽ 0.05% ഇടിവിൽ. WTI ഉള്ളത് 61.89 പെർ ബാരൽ എന്ന നിലയിൽ 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലും സെൻസെക്സിലും 4 വർഷത്തിനിടയിൽ മികച്ച ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,925-ൽ 917 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഡിസംബർ 2024 സ്വിംഗ് ഹൈ ആയിട്ടുള്ള 24,860 ഈ ഒരു സെഷനോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സോൺ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. ആ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സൂചന തന്നെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് വാച്ച് ചെയ്യേണ്ടത് 52,200 മുതൽ 52,300 വരെയുള്ള ഒരു ലെവലായിരിക്കും. അത് ഒക്ടോബർ 2024 സ്വിംഗ് ഹൈ ആയിട്ടുള്ള ഒരു സോണാണത്. ആ ഒരു സോണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 25,700 വരെയൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യതകളുണ്ട്. ഡൗൺ സൈഡിൽ ക്രൂഷ്യലായിട്ടുള്ളത് 24,750 മുതൽ 24,850 വരെയുള്ള സോൺ തന്നെയാണ്. ഇനി ഇപ്പോഴത്തെ നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്.
10, 20, 50, 200 EMIകൾക്ക് മുകളിലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,500, അതിനുശേഷം 25,000 സ്ട്രൈക്ക്, അതിനുശേഷം 26,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,600 സ്ട്രൈക്ക്, അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,900 സ്ട്രൈക്കിൽ 5,309% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 30% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,850 സ്ട്രൈക്കിൽ 14,383% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 5% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,980 സ്ട്രൈക്കിൽ 11,227% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 135% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വളരെ നല്ലൊരു റാലി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടത്. 55,387 1,792 പോയിന്റ്സാണ് ബാങ്ക് നിഫ്റ്റി ഉയർന്നത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ലോങ് ബുൾ ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,700 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 56,088 ആണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഡൗൺ സൈഡിൽ 54,455 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 56,000, അതിനുശേഷം 57,000 സ്ട്രൈക്ക്, അതിനുശേഷം 58,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 55,000, അതിനുശേഷം 54,000 സ്ട്രൈക്ക്, അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇന്ത്യ വിക്സിലേക്ക് 18.39 15% അടുത്താണ് ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ അറിയാൻ കഴിയുന്നതാണ്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.